യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട ചർച്ച വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾ നടക്കുന്നതിനിടയിൽ ഇറാൻ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അമേരിക്കയുടെ സൈനിക ബേസുകൾ നിങ്ങളുടെ രാജ്യത്തുള്ളത് അടച്ചു പൂട്ടണമെന്നും അവരെ പുറത്താക്കണമെന്നുമുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. നിരന്തരം തങ്ങളെ ആക്രമിക്കുന്നുണ്ട്, തങ്ങളുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിലക്കാത്ത രീതിയിലുള്ള ആക്രമണം കാരണം തങ്ങളുടെ സാമ്പത്തിക മേഖലയും സ്വൈര്യജീവിതവും നഷ്ടപ്പെടുത്തുന്നു എന്ന തരത്തിലൊക്കെ UN സഭയിൽ ഈ വിഷയം പറഞ്ഞുകൊണ്ടൊരു പ്രമേയം ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ബഹ്റൈനാണ് പ്രമേയം അവതരിപ്പിച്ചത്. ആ പ്രമേയത്തോട് പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ റഷ്യയും ചൈനയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ചേർന്ന് ഒരു മധ്യസ്ഥ ശ്രമം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. 2-3 ഘട്ടങ്ങളിൽ ആ ചർച്ച നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതോടനുബന്ധിച്ച് അവർക്ക് മുൻപിൽ ചില നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. യുദ്ധവിരാമത്തിൽ തങ്ങൾ തയ്യാറാണ്, നഷ്ടപരിഹാരം അടക്കമുള്ള 2-3 നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നതോടനുബന്ധിച്ച് അറേബ്യൻ രാജ്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇവിടെ ഇത്രയും വലിയ രൂക്ഷമായിരിക്കുന്ന വിഷയം ഉണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അറബ് രാജ്യങ്ങളാണ്. അവരുടെ രാജ്യത്ത് സ്വതന്ത്രമായ രീതിയിൽ സ്വതന്ത്ര രാഷ്ട്രം പോലെയുള്ള ഒരു അധികാര പരിധി ഈ അമേരിക്കക്ക് നൽകിയത് കൊണ്ടാണ് ആ രാജ്യത്ത് വലിയ രീതിയിലുള്ള സൈനിക ബേസുകളും സംവിധാനങ്ങളും അവർ കെട്ടിപ്പൊക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ദോഷമുണ്ട്, അതോടൊപ്പം തന്നെ തങ്ങളെ പോലെയുള്ള ഇറാനെ പോലെയുള്ള മറ്റു രാജ്യങ്ങൾക്കും അത് വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കും ഭാവിയിൽ എന്ന് പല തരത്തിലും അറേബ്യൻ രാജ്യങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ അത് അവർ അവഗണിക്കുകയായിരുന്നു. ഇന്ന് ആ രാജ്യത്തിലുള്ളവർ തന്നെ ആക്രമിച്ചിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ദുരന്തഫലം അനുഭവിച്ചവരാണ് അറബ് രാജ്യങ്ങൾ എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ ഖത്തറിനെ ആക്രമിച്ചു ഇസ്രായേൽ. വലിയ സൈനിക ബേസ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ബേസ് ഉള്ളത് ഖത്തറിലാണ്. അവിടെ ഏകദേശം 100 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ഈ ഖത്തറിൻ്റെ മേഖല അപ്പാടെ തന്നെ അമേരിക്കയാണ് കൈവശപ്പെടുത്തുന്നത്, കൈകാര്യം ചെയ്യുന്നത്. അവിടേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചോ തിരിച്ചു പോകുന്ന വിമാനത്തെക്കുറിച്ചോ അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചോ ഒന്നും സാധാരണഗതിയിൽ ഖത്തർ അന്വേഷിക്കാറില്ല. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം കരാർ. അത് ഗുണമാണോ ദോഷമാണോ എന്ന് ഖത്തറിന് ഇപ്പോൾ മനസ്സിലായി. ഇസ്രായേൽ ആക്രമിച്ചതോടുകൂടി എല്ലാവിധ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും ഉണ്ടായിട്ടും റഡാർ സംവിധാനം ഉണ്ടായിട്ടും ഇസ്രായേൽ വളരെ സ്വതന്ത്രമായ രീതിയിൽ ഖത്തറിൽ കയറി ആക്രമിച്ചിട്ട് ഖത്തർ മൗനം പാലിച്ചു എന്നല്ലാതെ തിരിച്ചടി നൽകാൻ വേണ്ടി തിരിച്ചടി നൽകിയിട്ടില്ല. അറേബ്യൻ രാജ്യങ്ങൾ നൽകിയിട്ടില്ല. ഇതിന് ശക്തമായ രീതിയിൽ ഇടപെടൽ നടത്തുക എന്നുള്ളത് അമേരിക്കയുടെ സൈനിക ബേസ് അവിടെ ഉണ്ട് എന്നതിനാൽ തങ്ങൾക്കതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് പറയാനുള്ള ധൈര്യമെങ്കിലും ഖത്തർ കാണിക്കേണ്ടിയിരുന്നു എന്നാണ് ഇറാന്റെ അഭിപ്രായം. കാര്യം ഇവിടെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഏതെങ്കിലും കാലത്ത് ഖത്തറിനെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ ആ സമയത്ത് പ്രതിരോധിക്കാൻ ഒരുപക്ഷേ അമേരിക്ക മുന്നോട്ട് വരും. എന്നാൽ എത്ര കാലം ഇസ്രായേൽ ആക്രമിച്ചാലും അതിനെ പ്രതിരോധിക്കുകയോ അതിനെതിരെ എന്തെങ്കിലും സംസാരിക്കുകയോ ഒരിക്കലും അമേരിക്ക ചെയ്യില്ല എന്നുള്ള ഉറപ്പായതുകൊണ്ട് പിന്നീടും അവരെ വെച്ച് പൊറപ്പിക്കുന്ന രീതി ശരിയല്ല എന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ 2 തരത്തിൽ ഇതിനെ കുറിച്ചിട്ട് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇത് ശക്തമായിരിക്കുന്ന നിലപാടുമായിട്ട് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും കൃത്യതയോടുകൂടി തന്നെ തങ്ങളുടെ രാജ്യത്തിൻ്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും അവസാനിപ്പിച്ചിട്ടില്ല എന്നും അത് തുടരുന്ന യുദ്ധം തന്നെയാണ് എന്നുള്ളതുമാണ് ആദ്യം അവർ സൂചിപ്പിച്ചത്. പിന്നെ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഈ UN സഭ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഈ അറേബ്യൻ രാജ്യങ്ങൾ ഇറാനെതിരെ പറയുന്നതിനെക്കുറിച്ച് അവർ പുനർചിന്തനം നടത്തണം. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ മേഖലയിൽ നിന്നും അവരുടെ സൈനിക ബേസിൽ നിന്നാണ് തങ്ങളുടെ രാജ്യത്ത് നേരെ ആക്രമണം വരുന്നത്. അതിനെക്കുറിച്ച് അവർ ബോധവാന്മാരാകണം, അതേക്കുറിച്ച് അവർ ചിന്തിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? സൈനിക ബേസ് അവിടെ ഒഴിവാക്കണം, സൈനികരെ ഒഴിവാക്കണം. ഈ ബഹ്റൈനിൽ നിന്നും ഖത്തറിൽ നിന്നും ഈ UAE നിന്നും നിരന്തരം എന്ന തരത്തിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ബേസ് ഉപയോഗിച്ചുകൊണ്ട് അവരെ തങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ വല്ലാത്ത രീതിയിലുള്ള പ്രയാസം തങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കുന്നത്. ഒമാൻ ഞങ്ങൾ തിരിച്ചടിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ബേസില്ല, അവിടെ ആക്രമണം ഉണ്ടായിട്ടില്ല. സൗദി അറേബ്യക്ക് താൽക്കാലികമായിരിക്കുന്ന ഒരു എയർപോർട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്. ആ വിട്ടുകൊടുത്ത എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് തങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർജിൽ പ്രവർത്തിക്കുന്ന ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചടി നൽകുന്നതും. അപ്പോൾ ഇവിടെ ലളിതമായ രീതിയിലുള്ള ഒരു വിഷയത്തിലൂടെ ഒന്നും ഈ പ്രശ്നം പരിഹരിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇടവിട്ട് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഖാസിം സുലൈമാനി എന്ന് പറഞ്ഞ ഞങ്ങളുടെ സൈനിക കമാൻഡറെ
ഇറാഖിൽ വെച്ച് അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യം അവർക്ക് പോലും അറിയില്ല. അപ്പോൾ തങ്ങളുടെ രാജ്യത്തിന് നേരെ തന്നെ ചൂണ്ടിയിട്ടാണ് അമേരിക്ക സംസാരിക്കുന്നത് എന്നതിനാൽ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന രാജ്യമാണ് അറബ് രാജ്യങ്ങൾ എന്നതിനാലും തീർച്ചയായിട്ടും ഞങ്ങൾ ശത്രുപക്ഷത്ത് തന്നെ കാണേണ്ടി വരും. അതിൽ നിന്ന് നിങ്ങളുടെ നിലപാടിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തണം. ഇതിപ്പോൾ നഷ്ടപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മേൽ ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ഈ യുദ്ധത്തിന് വിരാമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ഇനി ഫ്രാൻസ് ആണെങ്കിലും തുർക്കി ആണെങ്കിലും ഈ വിഷയത്തിലൊക്കെ ഇടപെടുന്നുണ്ട്. ഞങ്ങളൊക്കെ ഏറ്റവും മാന്യമായ രീതിയിൽ അവരോട് സംസാരിക്കുന്നുണ്ട്. അവരോട് മറുപടി പറയുന്നത് വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടിയാണ്. ഞങ്ങളുടെ കരാർ വ്യവസ്ഥ പാലിക്കാൻ തയ്യാറാണെങ്കിൽ യുദ്ധവിരാമം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അറബ് രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരുന്നില്ലെന്നും ആ പ്രശ്നത്തിൽ ഊന്നിയിരിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നും ഇറാൻ കൂട്ടിച്ചേർക്കുകയാണ്. പല ഘട്ടങ്ങളിലായി തങ്ങൾ അറേബ്യൻ രാജ്യങ്ങൾക്ക് ഈ കാര്യം ക്ലിയറായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 3-ലധികം തവണ ഇറാന്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ കാര്യമാണ് പരാമർശിക്കപ്പെട്ടത്. നിങ്ങൾ ചതിക്കപ്പെടാൻ പോവുകയാണ്. ഒരിക്കൽ പോലും നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. അവർക്ക് അവരുടേതായിരിക്കുന്ന കൃത്യമായിരിക്കുന്ന ലക്ഷ്യങ്ങളും കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാവും. അതിലൂടെ മാത്രമേ അവർ നീങ്ങൂ. അതല്ലാത്ത രീതിയിലുള്ള പ്രവർത്തികൾ അവരുടെ ഭാഗത്തുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സൈനിക ബേസുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന സംരക്ഷണവും സുരക്ഷിതത്വവും നിങ്ങൾക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുകയും അതോടൊപ്പം തന്നെ അത് ഒഴിവാക്കണം എന്നും തങ്ങൾക്ക് അത് ഭാവിയിൽ പ്രയാസമുണ്ടാക്കും എന്നുള്ള കാര്യം പറഞ്ഞതാണ്. മുന്നറിയിപ്പ് നൽകുകയും സൂചന നൽകുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും അവർ ഭൗതികമായിരിക്കുന്ന നേട്ടത്തിന് വേണ്ടി വല്ലാത്ത രീതിയിൽ അമേരിക്കയെ ആശ്രയിച്ചു എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ പറയുന്ന പരാതി. തങ്ങൾ അവരെ ആക്രമിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇത് തന്നെയാണ്. അമേരിക്കക്ക് അവർ ബേസ് ഉണ്ടാക്കി കൊടുക്കും. അമേരിക്കയുടെ ബേസിന് വേണ്ടിയിട്ട് അവർ ഭൂമി വിട്ടുകൊടുക്കുന്നു. കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന 100 വർഷത്തിലധികം വർഷത്തെയൊക്കെ വെച്ചിട്ടാണ് കരാർ ഉണ്ടാക്കുന്നത്. അവിടേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചോ അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചോ അന്വേഷിക്കാനുള്ള ഒരു സംവിധാനവും ഇല്ല. 100% വിശ്വസിക്കുന്നു. അവർ 100% വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം പല ഘട്ടങ്ങളിലും പല രീതിയിലും അതിശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പരകൾ തന്നെ ഇറാന് നേരെ ഉണ്ടായത് അറേബ്യൻ രാജ്യങ്ങൾ വെച്ചിട്ടാണ്. മാത്രവുമല്ല തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് അതിന് പ്രതിരോധം ഉണ്ടാക്കുന്നതിലും അറബ് രാജ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ജോർദാൻ്റെ അതിർത്തിയിലും സൗദിയുടെ അതിർത്തിയിലും ഈ ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇറാൻ ആരോപിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നതല്ല ഈ പ്രശ്നങ്ങൾ. വളരെ കൃത്യതയോടുകൂടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നീങ്ങുകയും വേണം എന്നുള്ളിടത്താണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായിട്ട് നിൽക്കുകയാണ്. ലോകത്തിനാകമാനം അത് കുറേശ്ശെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ലോകാടിസ്ഥാനത്തിൽ യൂറോപ്പ് ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്കെല്ലാം ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുവരുന്ന കപ്പലിൽ 30% ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് വരുന്നത്. ചെറിയൊരു കടലിടുക്കാണ്. 25 കിലോമീറ്റർ വീതിയാണ് കാര്യമായിട്ട് ആ കടലിടുക്കുള്ളത് എന്നാണ് പറയുന്നത്. ഇത് ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഇത് അടക്കും എന്നുള്ളത് പല ഘട്ടങ്ങളിലും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും ഇറാൻ പറയുന്ന കാര്യമാണ്. തങ്ങളുടെ ഹോർമൂസ് കടൽ തങ്ങൾ അടക്കുന്നതാണ്. ഒരു കപ്പലിനും അതിലൂടെ സ്വൈര്യമായിട്ട് പോകാൻ വേണ്ടി അനുവദിക്കുകയില്ല. അതിപ്പോൾ അവർ ചെയ്തിരിക്കുന്നു. ഇതുവരെ പറയുക മാത്രം ചെയ്ത് ഇപ്പോൾ ആ പ്രവൃത്തി ചെയ്തിരിക്കുന്നു. ആ പ്രവൃത്തി ചെയ്തതോട് കൂടിയിട്ട് വലിയ രീതിയിലുള്ള പ്രയാസം അതിനാലെ അറബ് രാജ്യങ്ങളും അനുഭവിക്കുന്നു. അവരുടെ കപ്പലുകളൊക്കെ ഈ മേഖലയിലൂടെ സഞ്ചാരം നടത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അതെത്താത്ത കാരണത്താൽ പെട്രോളിയത്തിൻ്റെ തോത് വലിയ രീതിയിൽ കുറയുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നു. ലോകം ഒന്നടങ്കം അനുഭവിക്കുന്നു എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ വിഷയങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അറബ് രാജ്യങ്ങളോട് പറയാനുള്ള കാര്യം, ഇപ്പോഴത്തെ യുദ്ധവിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷെ അവസാനിച്ചാലും നമ്മളുടെ വിഷയങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ അമേരിക്ക അവിടെ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. അമേരിക്കക്ക് നിങ്ങൾ സുരക്ഷിതത്വം കൊടുക്കുന്നത്, അവരുടെ ബേസിന് സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്കും പ്രയാസമാണ്, ഞങ്ങൾക്കും പ്രയാസമാണ്. ഞങ്ങളുടെ പ്രയാസം അത് യുദ്ധം ചെയ്ത് തന്നെ ഞങ്ങൾ പരിഹരിക്കും. നിങ്ങളുടെ പ്രയാസം അനുഭവിച്ച് പരിഹരിക്കേണ്ടി വരും. ആ രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് വല്ലാതൊന്നും ദൂരമില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് തങ്ങൾക്ക് വിരോധമില്ലെന്നും യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തങ്ങൾ സഹകരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നതിനോടുകൂടി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 5ഓളം ആളുകൾ ഇതിനെന്ത് വേണം, പങ്കാളിത്തം വഹിക്കണം, സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ സമയത്ത് മാത്രമേ എന്തുണ്ടാവും, തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുക തന്നെ ചെയ്യൂ, ഇതിന് പരിഹരിക്കാൻ വേണ്ടി മുന്നോട്ട് നിൽക്കൂ എന്ന് അവർ പറഞ്ഞു വെക്കുന്നു.
അപ്പോൾ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രശ്നം ഇപ്പോഴും സങ്കീർണമായിട്ട് തന്നെ നിലനിൽക്കുന്നു. ഇറാനുമായിട്ട് രാഷ്ട്രീയമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാത്തിടത്തോളം കാലം പ്രശ്നങ്ങൾ പരിഹരിക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.